സ്വന്തമായിട്ട് കാറുള്ളവരെണ്ണം നാൾക്ക് നാൾ വർദ്ധിച്ചു വരികയാണ് അല്ലേ. അപ്പോൾ അതിനോടൊപ്പം തന്നെ കാറിന് നിർബന്ധമായിട്ടുള്ള ഇൻഷുറൻസിൻ്റെയും അതുപോലെ മെയിൻ്റനൻസിൻ്റെ ചിലവും നാൾക്ക് നാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു പുതിയ കാർ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്തും നിലവിലുള്ള കാർ ഇൻഷുറൻസ് റിന്യൂ ചെയ്യുന്ന സമയത്തും കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരുന്നതിനാൽ ഭാവിയിൽ ആവശ്യമായിട്ട് വരുന്ന ആ ഒരു ഇൻഷുറൻസിൻ്റെ ചിലവും അതുപോലെ തന്നെ നമുക്ക് വാഹനത്തിന് ആവശ്യമായിട്ടുള്ള മെയിൻ്റനൻസ് ചിലവിലും നല്ലൊരു തുക സേവ് ചെയ്യാൻ കഴിയും. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. നമ്മൾ എടുക്കാൻ പോകുന്ന പുതിയ വാഹനത്തിനുള്ള ഇൻഷുറൻസ് ആയാലും നിലവിലുള്ള വാഹനത്തിൻ്റെ ഇൻഷുറൻസ് പുതുക്കുന്നതായാലും അതിപ്പോൾ പബ്ലിക് സെക്ടറിലെ ആയാലും അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിലെ ഇൻഷുറൻസ് കമ്പനിയുടെ ആയാലും ഇവരുടെ എല്ലാവരും തന്നെ ഇൻഷുറൻസ് നമുക്കിന്ന് ഓൺലൈനിലൂടെ സിമ്പിളായിട്ട് പുതുക്കാൻ കഴിയുന്നതാണ്. അതിനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിലുണ്ട്. നമ്മളൊരു ഇൻഷുറൻസ് അത് ഓൺലൈനിൽ എടുത്തു കഴിഞ്ഞാലും ഓഫ്ലൈനിൽ എടുത്താലും ഇവ തമ്മിൽ ക്ലെയിം സെറ്റിൽമെൻറ്റിലോ അല്ലെങ്കിൽ ഇൻഷുറൻസ് കവറേജിലോ യാതൊരു വ്യത്യാസവുമില്ല എന്നുകൂടി നമ്മൾ അറിയുക. നമുക്ക് തരുന്ന ഇൻഷുറൻസ് അത് ഏത് കമ്പനിയുടെയാണോ ആ ഒരു കമ്പനിയാണ് നമുക്ക് ഇൻഷുറൻസ് കവറേജ് തരുന്നതും ക്ലെയിം സെറ്റിൽമെൻറ്റ് നടത്തും. അല്ലാതെ നമ്മൾ ഇൻഷുറൻസ് പുതുക്കുന്ന പ്ലാറ്റ്ഫോം അല്ല നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നൽകുന്നത്. പുതിയൊരു വാഹനം വാങ്ങുമ്പോൾ നമ്മൾ 99% ആളുകളും ഡീലർഷിപ്പിൽ നിന്ന് നൽകുന്ന ഇൻഷുറൻസ് ആണ് എടുക്കാറുള്ളത്. എന്നാൽ അങ്ങനെ എടുക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നമ്മൾ മറ്റൊരിടത്തു നിന്ന് ഇൻഷുറൻസ് എടുത്തതിനാലും അത് രജിസ്ട്രേഷനായിട്ട് സ്വീകരിക്കുന്നതാണ്. ഓൺലൈനിലൂടെയും നമ്മുടെ വാഹനത്തിന് ആവശ്യമായിട്ടുള്ള 2 വിധത്തിലുള്ള ഇൻഷുറൻസ് കവറേജ് നമുക്ക് എടുക്കാൻ സാധിക്കും. ഒന്ന്, ഒരു വാഹനത്തിന് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട തേർഡ് പാർട്ടി കവറേജ്. തേർഡ് പാർട്ടി കവറേജ് ഇല്ലാതെ നമ്മുടെ വാഹനം നമ്മൾ റോഡിൽ ഇറക്കിയാൽ പോലീസ് ഫൈൻ ഇടും. ഇനി മറ്റൊന്ന് കോംപ്രഹെൻസീവ് കവറേജ്. നമ്മുടെ വാഹനം ഏതെങ്കിലും അപകടത്തിൽ മൂലമോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രകൃതി ദുരന്തങ്ങൾ മൂലമോ ഡാമേജ് ആയിക്കഴിഞ്ഞാൽ ആ ഒരു ഡാമേജ് പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള തുക ഇൻഷുറൻസ് കമ്പനി നൽകുന്ന കവറേജാണ് കോംപ്രഹെൻസീവ് കവറേജ്. ഇത് പക്ഷേ ഒരു വാഹനത്തിന് നിർബന്ധമല്ല, പക്ഷേ അത് നമ്മുടെ ആവശ്യമാണ് എടുക്കേണ്ടത്. ഇതിൽ കോംപ്രഹെൻസീവ് കവറേജ് എന്ന് പറയുന്നത് സാധാരണയായിട്ട് ഒരു പുതിയ വാഹനത്തിന് ആദ്യത്തെ 5 വർഷമാണ് ലഭിക്കാറുള്ളത്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ വാഹനത്തിൻ്റെ ഒരു ഹിസ്റ്ററിയൊക്കെ നോക്കിയതിന് ശേഷം 7 വർഷം വരെ ചില കമ്പനികൾ നൽകാറുണ്ട്. നമുക്കിതിൽ തേർഡ് പാർട്ടി കവറേജ് മാത്രമായോ അല്ലെങ്കിൽ തേർഡ് പാർട്ടിയും കോംപ്രഹെൻസീവ് കവറേജും കൂടി ഉൾപ്പെടുത്തിയോ ഇൻഷുറൻസ് കവറേജ് നമുക്ക് ഓൺലൈനിലൂടെ എടുക്കാൻ സാധിക്കും. ഇത് മാത്രമല്ല, ഇന്ന് വ്യത്യസ്തമായിട്ടുള്ള മറ്റു ചില പ്ലാനുകളും വാഹനങ്ങൾക്കായിട്ട് ഓൺലൈനിൽ ലഭ്യമാണ്. അതിലൊന്നാണ് പേ ആസ് യു ഡ്രൈവ് പ്ലാൻസ്. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്ലാൻ. നമ്മളിൽ ഭൂരിഭാഗം ആളുകളും ഒരു വാഹനം ഒരു വർഷത്തിൽ ഓടിക്കുന്നത് ഒരു ശരാശരി കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 10,000 മുതൽ 12,000 കിലോമീറ്റർ ആയിരിക്കും. ഇത്തരത്തിൽ നമ്മൾ വാഹനം ഓടിക്കുന്നത് എത്ര കിലോമീറ്റർ ആയിരിക്കും എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കുറഞ്ഞ പ്രീമിയം നൽകിയിട്ട് നമുക്ക് ഇൻഷുറൻസ് കവറേജ് എടുക്കാൻ സാധിക്കും. അതാണ് പേ ആസ് യു ഡ്രൈവ് പ്ലാൻസ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ചില വ്യക്തികൾക്ക് 2 or 3 ഒക്കെ വാഹനം ഉണ്ടാവും. പക്ഷേ ആ ഒരു വ്യക്തി എപ്പോഴും കൂടുതൽ ഉപയോഗിക്കുന്നത് ഒരു വാഹനമായിരിക്കും. മറ്റുള്ള വാഹനങ്ങൾ ഓടുന്നത് വളരെ കുറഞ്ഞ കിലോമീറ്റർ ആയിരിക്കും, ചിലപ്പോൾ ഒരു 5,000 കിലോമീറ്ററൊക്കെ. അങ്ങനെയാണെങ്കിൽ ആ ഒരു 5,000 കിലോമീറ്റർ എന്നത് സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് കോംപ്രഹെൻസീവ് പാക്കേജ് എടുക്കാം. ഇനി ആ ഒരു വാഹനം 5,000 കിലോമീറ്ററിൽ കൂടുതലാണ് ഓടുന്നതെങ്കിൽ നമുക്ക് ടോപ്പ് അപ്പ് ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ ആ ഒരു വാഹനം 5,000 ഓടിയില്ല, കുറച്ചേ ഓടിയുള്ളൂ എങ്കിൽ അത് അടുത്ത വർഷത്തെ ഇൻഷുറൻസിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ വളരെ കുറവ് മാത്രം കിലോമീറ്റർ ഓടുന്ന ഒരു വാഹനത്തിന് ആ ഒരു കിലോമീറ്റർ വെച്ചിട്ട് നമ്മളൊരു കോംപ്രഹെൻസീവ് പാക്കേജ് എടുക്കുമ്പോൾ ഇതിനോടൊപ്പം നമ്മൾ ആഡ് ചെയ്യുന്ന സീറോ ഡിപ്രീസിയേഷൻ പോലെയുള്ള ആഡ് ഓണുകളുടെ പ്രീമിയവും കൂടി കുറയുന്നുണ്ട്. നമുക്ക് നല്ലൊരു തുക ഇത്തരത്തിൽ സേവ് ചെയ്യാൻ സാധിക്കും. നമുക്ക് വളരെ ഗുണകരമായിട്ടുള്ള പല ആഡ് ഓണുകളും ഒരു കാർ ഇൻഷുറൻസ് നമ്മൾ ഓൺലൈനിലൂടെ എടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ റിന്യൂ ചെയ്യുന്ന സമയത്തൊക്കെ കൂട്ടിച്ചേർക്കാൻ സാധിക്കും. അപ്പോൾ അതൊക്കെ വ്യക്തമായിട്ട് അറിഞ്ഞ ശേഷം മാത്രമേ നമ്മളൊരു കാർ ഇൻഷുറൻസ് പുതുക്കുകയോ അല്ലെങ്കിൽ എടുക്കുകയോ ഒക്കെ ചെയ്യാവൂ. അപ്പോൾ അത്തരത്തിലുള്ള ആഡ് ഓണിൽ ഏറ്റവും പ്രശസ്തമായതാണ് നമ്മൾ പറയുന്ന സീറോ ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ ബമ്പർ ടു ബമ്പർ കവറേജ്. ഇത് നമുക്ക് വളരെ ചെറിയൊരു തുക കൊടുത്തു കഴിഞ്ഞാൽ ഓൺലൈനിലൂടെ ആഡ് ചെയ്യാൻ സാധിക്കും. മറ്റൊരു ആഡ് ഓൺ ആണ് എൻജിൻ പ്രൊട്ടക്ട് കവർ എന്ന് പറയുന്നത്. നമ്മുടെ വാഹനം ലൂബ്രിക്കൻ്റ് ഇല്ലാതെ ഓടി എൻജിൻ ഡാമേജായി അല്ലെങ്കിൽ എൻജിനിൽ വെള്ളം കയറിയിട്ട് എൻജിൻ ഡാമേജായി. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെ എൻജിനിലെ ആ ഒരു ഡാമേജ് പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കവറേജ് തരുന്ന ആഡ് ഓൺ ആണ് എൻജിൻ പ്രൊട്ടക്ട് കവർ. ഇതൊക്കെ നിസ്സാര തുക കൊടുത്താലും നമുക്ക് ഓൺലൈനിലൂടെ എടുക്കാം. ഇനിയും ചില ആഡ് ഓണുകളുണ്ട്, ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ഇൻവോയ്സ് പ്രൊട്ടക്ഷൻ കവർ ഓർ റിട്ടേൺ ടു ഇൻവോയ്സ് കവർ, ഇങ്ങനൊരു ആഡ് ഓൺ ഉണ്ട്. നമ്മുടെ വാഹനം മോഷണം പോവുകയോ അല്ലെങ്കിൽ നമ്മുടെ വാഹനം നന്നാക്കാനാവാത്ത വിധത്തിൽ ഡാമേജ് ആവുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ വാഹനം പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അതിൽ ഇൻവോയ്സിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന എമൗണ്ട് അത് നമുക്ക് തരുന്ന ഒരു ആഡ് ഓൺ ആണ് ഇൻവോയ്സ് പ്രൊട്ടക്ഷൻ കവർ. അതുപോലെ നമുക്ക് ഗുണകരമായിട്ടുള്ള മറ്റൊരു ആഡ് ഓൺ ആണ് റോഡ് സൈഡ് അസിസ്റ്റൻസ് എന്ന് പറയുന്നത്. നമ്മൾ ഒരു വാഹനവുമായിട്ട് ദൂരയാത്ര പോകുന്ന സമയത്ത് നമുക്ക് പരിചിതമില്ലാത്ത ഒരു റോട്ടിൽ നമ്മുടെ വാഹനം ബ്രേക്ക് ഡൗൺ ആയി. ഈ ഒരു സമയത്ത് നമുക്കൊരു മെക്കാനിക്കിൻ്റെ ഹെൽപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് കമ്പനിയോട് ആവശ്യപ്പെടാം. അതിന് നമ്മൾ ഇത്തരത്തിലുള്ള റോഡ് സൈഡ് അസിസ്റ്റൻസ് എന്ന് പറയുന്ന ആ ഒരു ആഡ് ഓൺ എടുത്തിരിക്കണം. മറ്റൊരു ആഡ് ഓൺ ആണ് കീ പ്രൊട്ടക്ഷൻ കവർ എന്ന് പറയുന്നത്. ഇന്നത്തെ നമ്മുടെ കാറുകളുടെയൊക്കെ കീ എന്ന് പറഞ്ഞാൽ വളരെ വില കൂടിയതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കീ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ അതിൻ്റെ ലോക്ക് സെറ്റ് ഏതെങ്കിലും മോഷണ ശ്രമത്തിനിടയിൽ കംപ്ലൈൻ്റ് ആവുകയോ ചെയ്ത് കഴിഞ്ഞാൽ
അപ്പോൾ അതിനാവശ്യമായ തുക നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കീ പ്രൊട്ടക്ഷൻ കവർ എന്ന് പറയുന്നത്. മറ്റൊരു ആഡ് ഓൺ ആണ് കൺസ്യൂമബിൾ കവർ എന്ന് പറയുന്നത്. നമ്മുടെ ഒരു വാഹനം ഒരു ആക്സിഡൻ്റ് ആയി അതിൻ്റെ മെയിൻ്റനൻസ് ചെയ്യുന്ന സമയത്ത് റീയൂസബിൾ അല്ലാത്ത ചില ഐറ്റംസ് കൂടി നമുക്ക് മാറ്റേണ്ടി വരാം. ഉദാഹരണം എൻജിൻ ഓയിൽ ഫിൽറ്റർ, ചില ഗാസ്കറ്റുകൾ, അതുപോലെ വാഷറുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇതിനൊന്നും സാധാരണ ഇൻഷുറൻസിൽ കവറേജ് ലഭിക്കാറില്ല. പക്ഷേ അതിന് കൂടി കവറേജ് ലഭ്യമാക്കുന്ന ആഡ് ഓൺ ആണ് കൺസ്യൂമബിൾ കവർ. അപ്പോൾ ഇത്തരത്തിലുള്ള ആഡ് ഓണുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ കാറിൻ്റെ ഇൻഷുറൻസ് പുതുക്കാനും പുതിയതായിട്ടൊരു കാറിന് ഇൻഷുറൻസ് എടുക്കാനും, അതിപ്പോൾ ഇന്ത്യയിലുള്ള പബ്ലിക് സെക്ടറിലെ ഇൻഷുറൻസ് കമ്പനി ആയാലും അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിലുള്ള ഇൻഷുറൻസ് കമ്പനി ആയാലും അത്തരത്തിലുള്ള എല്ലാ പ്രശസ്തമായ കമ്പനികളുടെ ഇൻഷുറൻസും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയ്ക്ക് താഴെ ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിലൂടെ എടുക്കാൻ സാധിക്കും. ഇങ്ങനെ ആഡ് ഓണൊക്കെ ചേർത്തുകൊണ്ട് ഒരു ഇൻഷുറൻസ് എടുക്കുകയോ റിന്യൂ ചെയ്യുകയോ മാത്രമല്ല, നിങ്ങളുടെ വാഹനത്തിൻ്റെ വില അനുസരിച്ചിട്ട് നിങ്ങൾ ഓഫ്ലൈനിൽ എടുക്കുന്ന ഇൻഷുറൻസിനേക്കാൾ ഒരു 40,000 രൂപ വരെയൊക്കെ സേവ് ചെയ്യാനും ഇത്തരത്തിൽ ഓൺലൈനിലൂടെ എടുക്കുന്ന ഇൻഷുറൻസിലൂടെ സാധിക്കും. അത് മാത്രമല്ല, നിങ്ങൾക്ക് പഴയ ഒരു വാഹനത്തിനുണ്ടായിരുന്ന നോ ക്ലെയിം ബോണസ് അത് പുതിയ വാഹനത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും സാധിക്കും. ഇത്തരത്തിൽ 21 പരം ഇൻഷുറൻസ് കമ്പനികളുടെയും ഇൻഷുറൻസ് നമുക്ക് റിന്യൂ ചെയ്യാനും പുതിയതായിട്ട് എടുക്കാനും കഴിയുമെന്ന് മാത്രമല്ല, ഇന്ത്യയിൽ എവിടെയും GST രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു വർക്ക്ഷോപ്പിൽ നമ്മുടെ വാഹനം ക്യാഷ്ലെസ് ആയിട്ട് നമുക്ക് റിപ്പയർ ചെയ്യാനുള്ള അനുവാദവുമുണ്ട്. 24 മണിക്കൂറും നമുക്ക് ക്ലെയിമിനായിട്ട് സപ്പോർട്ട് നൽകുന്നുണ്ട്. അതുപോലെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ക്ലെയിം മാനേജറുമുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഫീച്ചേഴ്സും ഇത്രയൊക്കെ ലാഭവും നമ്മൾ ഓൺലൈനിലൂടെ ഒരു കാർ ഇൻഷുറൻസ് എടുക്കുമ്പോഴോ അല്ലെങ്കിൽ റിന്യൂ ചെയ്യുമ്പോഴോ ലഭിക്കുമെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഞാൻ തന്നിരിക്കുന്ന ആ ഒരു ലിങ്കിൽ പോയിട്ട് നിങ്ങളുടെ വാഹനത്തിൻ്റെ നമ്പർ എൻ്റർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ആഡ് ഓണൊക്കെ സെലക്ട് ചെയ്തുകൊണ്ട് എത്ര രൂപയാകും നിങ്ങളുടെ വാഹനത്തിന് പ്രീമിയം എന്ന് നിങ്ങൾക്ക് സ്വയം ചെക്ക് ചെയ്യാവുന്നതാണ്. അത് മാത്രമല്ല, അവിടെ മറ്റു ഇൻഷുറൻസ് കമ്പനികളിലെ പ്ലാനുകളുമായിട്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇത് കമ്പയർ ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇനിയൊരു ഇൻഷുറൻസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അറിവ് ഉപകാരപ്രദമാവും. അതിന് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് വെക്കാനും സേവ് ചെയ്ത് വെക്കാനും മറക്കണ്ട. ഒപ്പം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മടി കാണിക്കേണ്ട.